മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അപ്പൊ മിസ് ചെയ്താ നിങ്ങൾക്ക് 9 ചോദ്യങ്ങൾ സെറ്റ് ആക്കി തരാൻ പോവാണ്. ആ ഒരു 9 ചോദ്യങ്ങൾ പഠിച്ചാൽ 30 മാർക്കാണ് നിങ്ങൾക്ക് നേടി തരാൻ പറ്റുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ റീസെന്റ് വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് മിസ്സോട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ഇതാ, ഒബ്സർവ് ദ ഗിവൺ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. കാൽഷ്യം ലെവലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറയുന്ന ഗ്രന്ഥികൾ കൂടുമ്പോഴും കുറയുമ്പോഴും എവിടെയാണ് ഗ്രന്ഥികൾ, ഏത് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, സി അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഗ്രന്ഥികൾ ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം സി തൈറോയ്ഡ് ഗ്രന്ഥിയും ബി പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുമാണ്, ആണല്ലോ. യെസ്. ഇനി അടുത്ത് നോക്കാം, ഏത് ഹോർമോണുകൾ ഏവ? ഈ പറയുന്ന ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്നാണ്. യെസ്. അപ്പം എ എന്ന് പറയുന്നത് ഏതാണ്? പാരാതോർമോണും ഡി എന്ന് പറയുന്നത് ഏതാണ്? കാൽസിറ്റോണിനുമാണ്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് എഴുതിയല്ലോ. ആ ഹോർമോണുകളും ഗ്രന്ഥികളും കാൽഷ്യത്തിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത ഹോർമോണുകളും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകളും പഠിച്ചു വെക്കാം. ഏത് ഹോർമോണുകൾ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവിനെ എങ്ങനെ നിയന്ത്രിക്കുന്നു, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഈ ഹോർമോൺസ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇൻക്രീസ്ഡ് കാൽഷ്യം is stored in bones on the calcitonin, അല്ലെ? ഇൻക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ബോണിലേക്ക് സ്റ്റോർ ചെയ്യുന്നു ബൈ ദ ആക്ഷൻ ഓഫ് കാൽസിറ്റോണിൻ. ഇനി രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറവാണെങ്കിലോ ആ ബോണിൽ നിന്ന് അത് തിരിച്ച് ബ്ലഡിലേക്ക് കൊണ്ടുവരുന്നതാണ് ആരുടെ പ്രവൃത്തി എന്ന് പറയുന്നത്? നമ്മുടെ പാരാതോർമോണിന്റെ പ്രവൃത്തി. അപ്പം കിട്ടിയല്ലോ, പാരാതൈറോയ്ഡ് ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥിയും പാരാതോർമോണും കാൽസിറ്റോണും. സെറ്റ് അല്ലേ? ഇനി അടുത്തത് നമ്മുടെ ജെനറ്റിക്സിൽ നിന്ന് ഒരു ക്രോസ് ആ ചോദിച്ചിട്ടുള്ളത്. Hybridization experiment shows the inheritance of 2 pairs of contrasting. 2 ക്യാരക്ടറുള്ള ക്രോസ് അവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഡയബറ്റിക് ക്രോസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, മാതൃസസ്യവും പിതൃസസ്യവും തന്നിട്ടുണ്ട്. അവിടെ അലിലുകളും അവരുടെ ഗുണങ്ങളും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, മാതൃസസ്യത്തിൽ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ഉണ്ട്. അപ്പൊ എന്താണ്? ടോള് അതുപോലെ റെഡ് ഫ്ലവർ ആണ് വരിക, അല്ലെ? ഉയരം കൂടിയ ചെടിയും അതുപോലെ തന്നെ എന്താണ്? ചുവന്ന പൂക്കളുള്ളത്. ഇവിടെയോ ഉയരം കുറഞ്ഞത് എന്ന് പറയുമ്പോൾ സ്മോൾ ടി വരും. വെളുത്ത പൂക്കൾ എന്ന് പറയുമ്പോൾ സ്മോൾ ആർ വരും. ഇനി ഇവിടെ ഗമേറ്റ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ആർ. ഇവിടെ ഗമേറ്റ് എന്ന് പറയുന്നത് സ്മോൾ ആർ ആണ് ഗമേറ്റ് വരിക. ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് ഇതാ കിട്ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇതിന്റെ ഗുണമാണ് ഇതുണ്ടത്. ഇവിടെ ടോളും അതുപോലെ തന്നെ റെഡും ഉയരം കൂടിയതും ചുവന്ന പൂക്കൾ ഉള്ളതുമാണ് വരിക. ചുവന്ന പൂക്കൾ ഉള്ളതും ക്ലിയർ അല്ലേ? ചുവന്ന പൂക്കൾ ഉള്ളതുമാണ് നമ്മുടെ വരിക. ഇനി നോക്കുക, F1 തലമുറയിൽ സ്വപരാഗണം നടത്തിയപ്പോൾ ലഭിച്ച ഉയരം കൂടിയ വെളുത്ത പൂക്കളും ഉയരം കുറഞ്ഞ പൂക്കളുമുള്ള ചെടികളുടെ അലിലുകൾ എഴുതാനാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? അലിൽ ഓഫ് ടോൾ വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്സ് ആൻഡ് ഡ്വാർഫ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റ്സ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ടോൾ വൈറ്റ് എന്ന് പറയുമ്പോൾ ടോൾ ക്യാപിറ്റൽ ടി വെച്ച് വരാം. വൈറ്റ് ഫ്ലവേർഡ് എന്ന് പറയുമ്പോൾ സ്മോൾ ആർ അല്ലെങ്കിൽ സ്മോൾ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ആർ. ഈ 2 അലിലുകൾ വന്നാലാണ് നമുക്ക് എന്ത് വരിക? ടോൾ വൈറ്റിന് വരുന്നത്. ഇനി അടുത്തത് നോക്കാം, ഉയരം കുറഞ്ഞ ചുവന്ന പൂക്കൾ ഉള്ളത്. അതായത് ഉയരം കുറഞ്ഞെന്ന് പറയുമ്പോൾ ഡ്വാർഫ് ആണ്, അതുപോലെ തന്നെ ചുവന്ന പൂക്കൾ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഉയരം കുറഞ്ഞെന്ന് പറയുമ്പോൾ സ്മോൾ ടി വരിക. അതുകൊണ്ട് കൂടെ ക്യാപിറ്റൽ ആരും വരാം, സ്മോൾ ടീന്റെ കൂടെ ക്യാപിറ്റൽ ആർ, സ്മോൾ ആരും വരാം. അപ്പം ഈ ഒരു ക്രോസ് ആണ് സെൽഫ് പോളിഷൻ നമുക്ക് കിട്ടുക. ഇതിൽ നിന്നാണ് നമ്മൾ അത് എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് പറയുമ്പോൾ ക്ലിയർ ആകുമല്ലോ, ഏതാണ് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് എഴുതേണ്ടത്, ഏതാണ് സ്മോൾ ലെറ്റർ വെച്ച് എഴുതേണ്ടത്. അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്കോളമാണ് ഇതിൽ കിട്ടുന്നത്. അപ്പം നല്ല രീതിയിൽ എന്ത് ചെയ്യാം, മാർക്ക് എഴുതാൻ നോക്കാം. അടുത്ത നോക്കി, ഇവിടെ ഒരു ടേബിളാണ് തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദ കോളം ബി ആൻഡ് സി ഇൻ അക്കോർഡൻസ് വിത്ത് കോളം എ. ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ക്രോസ് ചെയ്താൽ നോക്കാം, പ്ലനേറി ഉണ്ട്, ഹൗസ് ഫ്ലൈ ഉണ്ട്, ഷാർക്ക്, സ്നേക്ക്. ഇതിന്റെയൊക്കെ എന്താണ്? ഓർഗൻസും സെൻസ് ഓർഗൻസും അത് എന്തൊക്കെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് എഴുതേണ്ടത്. അപ്പൊ കണ്ടല്ലോ, പ്ലനേറിയ എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം, ഐസ്പോട്ട് അല്ലേ? ഏതാ? പ്ലനേറി എന്ന് പറയുന്ന ഐസ്പോട്ട് ആണ്. ലൈറ്റ് ആണ് അവരെ ഡിറ്റക്ട് ചെയ്യുന്നത്, പ്രകാശം തിരിച്ചറിയാൻ. ഹൗസ് ഫ്ലൈ എന്ന് പറയുമ്പോൾ ഒമാറ്റിഡിയാണ്, അവർക്ക് ലെൻസ് ഉണ്ട്. എന്തിനു വേണ്ടി? ഐ, കണ്ണ്, അല്ലെ? ഈ ഷാർക്ക് എന്ന് പറയുന്നത് ലാറ്ററൽ ലൈൻ ആണ്, ഇതിന് ബാലൻസിങ്, തുലന നിലയ്ക്ക് വേണ്ടിയിട്ടാണ്. സ്നേക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ജേക്കബ്സൺസ് ഓർഗൻ, ഓൾ ഫാക്ടറി റിസെപ്റ്റർ, ഗന്ധകണികകളാണ്. അപ്പൊ ആ ടേബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് എന്ത് ചെയ്യാം, 3 മാർക്ക് കിട്ടും. അടുത്ത നോക്കിക്കേ, the 4 limbs of organisms shown in the picture below do not show any similarity, hence they do not have any evolutionary relationship. ഈ തന്നിട്ടുള്ള പിക്ചറിൽ അവർക്ക് ഒരു ബന്ധവും ഇല്ല, അവർക്ക് ഒരു തരത്തിലുള്ള എവല്യൂഷൻ റിലേഷൻഷിപ്പും ഇല്ല എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ്. അപ്പൊ നല്ല രീതിയിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലായി എന്താണ്? ദിസ് ഇസ് നോ ആണ്, അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അപ്പൊ ദിസ് ഇസ് നോട്ട് കറക്റ്റ്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ എഴുതണം ദിസ് ഇസ് നോട്ട് കറക്റ്റ്, അല്ലെങ്കിൽ ഇത് ശരിയാണെങ്കിൽ ദിസ് ഇസ് കറക്റ്റ് എന്ന് എഴുതണം കേട്ടോ. എന്നിട്ടാണ് ആ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ പോയിന്റ്സ് എഴുതണ്ടേ. ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്, ഈ പ്രസ്താവനയോട് യോജിക്കുന്നില്ല. എന്ത് കാരണം? ഈ ഓർഗാനിസത്തിനൊക്കെ എക്സ്റ്റേണൽ സ്ട്രക്ചർ ഓഫ് 4 limb എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. പക്ഷെ എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇന്റേണൽ സ്ട്രക്ചർ സെയിം ആണ്, അല്ലെ? ഈ ആന്തര ഘടന, അസ്ഥികളുടെ ഘടന എന്താണ്?
സെയിം ആയിട്ടാണ് ഒരു മെയിൻ ബോൺ, പിന്നെ അതിൽ നിന്ന് ചെറിയ ബാക്കിയുള്ള ബോൺസ് വരികയാണ്. അപ്പം ഈ ഇന്റേണൽ സ്ട്രക്ചർ സിമിലർ ആണ്, പക്ഷെ ഇവരുടെ ഫങ്ഷൻസ് വേറെ ആണെങ്കിൽ കൂടെ. അപ്പം ഇത്തരത്തിലുള്ള ഓർഗൻസിനെ നമ്മൾ ഹോമോലോഗസ് ഓർഗൻസ് അല്ലെങ്കിൽ അനുരൂപ അവയവങ്ങൾ എന്ന് പറയുന്നു. അപ്പം ഈ വാക്ക് അനുരൂപ അവയവങ്ങൾ ഹോമോലോഗസ് ഓർഗൻസ് എന്നും കൂടി എഴുതി ഇതിനെ സപ്പോർട്ട് ചെയ്ത് എഴുതാൻ എന്താ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന്. അപ്പൊ ഒരേപോലത്തെ ഓർഗൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും എന്ത് ഇവർക്കൊരു എവല്യൂഷൻ റിലേഷൻഷിപ്പ്, ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടായിരിക്കാം. അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. കിട്ടിയോ? 2 മാർക്ക് കിട്ടി. ഇനി 1 മാർക്കിന്റെ ഒരു ചോദ്യം നോക്കാം. ചൂസ് ദ റൈറ്റ് വേർഡ് പെയർ ആണ്. ബ്രെയിൻ 32 പെയർ നെർവ്സ്, തലാമസ് വോളണ്ടറി മൂവ്മെന്റ്, എപ്പിലെപ്സി ടു ലോസ് മെമ്മറി. ഇപ്പോൾ ഇത് ഡൊപ്പാമിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പൊ ഇവിടെ ശരി ഉത്തരം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താ നമ്മുടെ ഡൊപ്പാമിൻ എന്ന് പറയുന്നത് എന്താണ്? നാഡീയ പ്രേഷകമാണ്, ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എക്സാമ്പിൾ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒബ്സർവ് ദ ടേബിൾ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ്. ബ്ലഡ് ഗ്രൂപ്പ് ആണ് തന്നിട്ടുള്ളത്. വേർ ആർ ദി ആന്റിജൻസ് ഫൗണ്ട് അല്ലെ? ഇവിടെ നോക്കുക, ബ്ലഡ് ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, ആന്റിജൻസ് ആന്റിബോഡി തന്നിട്ടുണ്ട്. എവിടെയാണ് ആന്റിജൻ കാണുന്നത്? ആന്റിജൻ എവിടെയാണ് കാണപ്പെടുന്നത്? ആന്റിജൻ കാണപ്പെടുന്നത് RBC അല്ലെ, അരുണ രക്താണുക്കളുടെ ഉപരിതലത്തിലുള്ള പ്രോട്ടീനിന്റെ സർഫസ് ഓഫ് ദി RBCയിലാണ് ഈ പറയുന്ന ആന്റിജനെ നമ്മൾ കാണുന്നത്. രണ്ടാമത്തേത് വാട്ട് ആർ ദ ആന്റിജൻസ് ഇൻ ദ ബ്ലഡ് ഗ്രൂപ്പ് എയും ബിയും. എയും ബിയിലുള്ള ആന്റിജൻ ഏതൊക്കെയാണ്? എയും ബിയും തന്നെയാണ്. 2 ആന്റിജനും അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി മൂന്നാമത്തെ നോക്കാം, വേർ ദ ആന്റിബോഡി ഈസ് ഫൗണ്ട്. ആന്റിബോഡികൾ എവിടെ കാണപ്പെടുന്നു? എവിടെയാണ്? യെസ്, നമ്മുടെ രക്തപ്ലാസ്മയിലുള്ള പ്രോട്ടീൻ ആണ് അല്ലെ, ബ്ലഡ് പ്ലാസ്മയിലാണ് നമ്മൾ ആന്റിബോഡീസ് കാണുന്നത്. ഇനി നോക്കിക്കേ, വാട്ട് ആർ ദ ആന്റിബോഡീസ് ഇൻ ദ ബ്ലഡ് ഗ്രൂപ്പ് ഓ ബ്ലഡ് ഗ്രൂപ്പിൽ ഏതൊക്കെ ആന്റിബോഡീസ് ഉണ്ട്? ഉണ്ടോ ആന്റിബോഡീസ്? ആന്റിബോഡീസ് ഉണ്ട്, ആന്റിജൻ ആണ് ഇല്ലാത്തത് അല്ലെ. ഓയില് ആന്റിജൻ ഏതൊക്കെയാണ്? എയും ബിയും, അതുപോലെ തന്നെ എന്ത് ആന്റിജൻ എന്ത് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നോക്കിയ RH ഘടകം എന്നാൽ എന്ത്? RH ഘടകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബ്ലഡ് ഗ്രൂപ്പിനെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് RH ഫാക്ടർ വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ ചില വ്യക്തികളുടെ അരുണ രക്താണുക്കൾ ഉപരിതലത്തിൽ കാണുന്ന മറ്റൊരു ആന്റിജൻ ആണ് ആന്റിജൻ ഡി എന്ന് പറയുന്നത്. ആന്റിജൻ ഡിനെയാണ് RH ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഹാവ് ആന്റിജൻസ് A, B and D? ഇവിടെ എയും ബിയും ഡിയും ഉണ്ട്. അപ്പൊ ഏതാണ്? എയും ബിയും ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് എയും ബിയും ആന്റിജൻ ഉണ്ടാകും. ഡിയും കൂടി ഉള്ളത് കൊണ്ട് എന്താണത്? പോസിറ്റീവ് ആണ്. അപ്പം AB പോസിറ്റീവ് ആണ് ഇവിടുത്തെ ബ്ലഡ് ഗ്രൂപ്പ്. സെറ്റ് അല്ലേ? അപ്പൊ ബ്ലഡ് ഗ്രൂപ്പിങ്ങിന് ചോദ്യം വന്നാൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾ എഴുതാൻ റെഡി ആയിരിക്കണേ. 7ാമത്തെ ചോദ്യം നോക്കാം. റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസ് ബൈ കറക്റ്റിംഗ് ദ ഫോൾസ് സെന്റൻസ്. ഇവിടെ സിക്കിൾ സെല്ലിന് അനീമിയ ഇസ് കോസ്ഡ് ബൈ അൺകൺട്രോൾഡ് ഡിവിഷൻസ് ഓഫ് സെൽ എന്ന് പറഞ്ഞു. ഈ അൺകൺട്രോൾഡ് ഡിവിഷൻസ് ഓഫ് സെല്ല് വഴി ഉണ്ടാകുന്ന സിക്കിൾ സെൽ അനീമിയ അരിവാൾ രോഗമാണോ? അല്ല. ഏതാണ്? ഈ തന്നിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം അല്ലെ. ഇതെങ്ങനെ നമുക്ക് തിരുത്താം? നമുക്കറിയാം ക്യാൻസർ ഈസ് കോസ്ഡ് ബൈ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽ അല്ലെ. അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകുന്നത്, ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥ നമ്മൾ എന്താ പറയാ? ക്യാൻസർ എന്നാണ് പറയാം. അപ്പൊ ഇതുപോലത്തെ രോഗങ്ങൾ തന്നിട്ട് തെറ്റ് തിരുത്തിയിട്ട് എഴുതാൻ ചോദിക്കുക. അപ്പൊ അതിന്റെ സിംറ്റംസ് നല്ലോണം വായിച്ച് മനസ്സിലാക്കുക. കൂടുതലും ജനറ്റിക് ഡിസീസ്, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ ഇതൊക്കെ വരുന്നതാണ്. അപ്പൊ ആ കാരണം എന്താണെന്ന് വൃത്തിയിൽ പഠിക്കണം കേട്ടോ. അടുത്ത നോക്കിക്കേ, ഒരു ഫിഗർ ആണ് തന്നിട്ടുള്ളത്. നമ്മുടെ ഫിഗറിൽ നിന്ന് 5 മാർക്ക് 4 മാർക്കിന് ചോദ്യം വരുന്നതാണ്. നോക്കിക്കേ, ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. നെയിം ദി എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റ് ഏതാണെന്ന് എഴുതണം. ഗ്യാസസ് ഏതൊക്കെയാണ് വരുന്നതെന്ന് അറിയണം. ഓർഗാനിക് മോൾ ഫോംഡ് ഇൻ ദി, ഇവിടെ എന്ത് ഓർഗാനിക് മോളിക്യൂൾ ആണ് ഇവിടെ സെഡിമെന്റ് ചെയ്ത് ഉണ്ടാവുന്നത്? വിച്ച് ഹൈപ്പോത്തസിസ് റിലേറ്റഡ് ടു എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റ് ഏത് ഹൈപ്പോത്തസിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അപ്പാരറ്റസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കാം, എക്സ്പെരിമെന്റ് കണ്ടാൽ നമുക്കറിയാം എന്താണ്? യുറേൻ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. അവിടെ ഉപയോഗിക്കുന്ന വാതകങ്ങൾ നമ്മുടെ പ്രിമിറ്റീവ് എർത്തിലെ അറ്റ്മോസ്ഫിയറിലുള്ള വാതകങ്ങളാണ് മീത്തേൻ, അമോണിയ, വാട്ടർ വേപ്പർ അല്ലെ. മീത്തേൻ, അമോണിയ, വാട്ടർ വേപ്പർ. ഇതിൽ 2 എഴുതിയാൽ മതി. ഇനി മുഴുവൻ എഴുതാൻ വെച്ചാൽ എഴുതിക്കോ. A+ നമുക്ക് ഒട്ടും വിട്ട് കളയേണ്ട, അതുകൊണ്ട് നിങ്ങൾ അറിയാവുന്നത് എഴുതിക്കൂല, തെറ്റെഴുതി വെക്കരുത് കേട്ടോ. ഇനി അവിടെ ഉണ്ടാവുന്ന മോളിക്യൂൾ അല്ലെ, ജീവ സംയുക്തം എന്ന് പറയുന്നത് ഏതാണ്? അമിനോ ആസിഡ് ആണ്. ഇനി ഇതേത് തിയറി പ്രകാരമാണ്? നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ തിയറി, രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ എക്സ്പെരിമെന്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കിട്ടിയല്ലോ. അപ്പൊ തിയറി അതിന്റെ കൂടെ തന്നെ പഠിക്കണം. അടുത്ത നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതേപോലെ 4-5 മാർക്കിന് ചോദ്യം വരുന്ന ഫിഗർ നോക്കിക്കേ. പിക്ചർ ഓഫ് ഇയർ ഈസ് ഗിവൺ ബിലോ. ഡ്രോ ദ പിക്ചർ ആൻഡ് മാർക്ക് ദ പാർട്സ് ബൈ അനലൈസിംഗ് ഇറ്റ്. വിച്ച് പാർട്ട് റിസീവ് ദ വൈബ്രേഷൻ ഫ്രം ഇയർ ഡ്രം. ഇതുപോലെ നിങ്ങൾക്ക് തന്നിട്ട് ഫംഗ്ഷൻ തരും, എന്നിട്ട് അത് അടയാളപ്പെട്ടി വരച്ചിട്ട് എഴുതാൻ ചോദിക്കും. അപ്പൊ നമ്മൾ ഇതരം റിസീവ് വൈബ്രേഷൻ ഫ്രം ഇയർ ഡ്രം. ഇയർ ഡ്രം നിന്ന് വൈബ്രേഷൻ റിസീവ് ചെയ്യുന്ന ഭാഗം ഏതാണ്? യെസ്, നമ്മുടെ മാലിയസ് ആണ് അല്ലെ. ഇയർ ഡ്രമ്മിൽ നിന്ന് ആദ്യം അത് എത്തുന്നത് ഇങ്ങോട്ടേക്കാണ്, മാലിയസിലേക്കാണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്ത നോക്കിക്കേ, അടുത്ത ചോദ്യം. വിച്ച് കനാൽ കണക്ട് മിഡിൽ ഇയർ ആൻഡ് ഫാർനിക്സ്. മിഡിൽ ഇയറിനെ ഫാർനിക്സിനെയും കണക്ട് ചെയ്യുന്നത് ഏതാണ്? മിഡിൽ ഇയറിനെ ഫാർനിക്സിനെ കണക്ട് ചെയ്യുന്നതാണ്. ഫാർനിക്സിനെ കണക്ട് ചെയ്താണ് യൂസ്റ്റേഷൻ ട്യൂബ്. യൂസ്റ്റേഷൻ നാളിയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കുക. വേർ ഈസ് സിറ്റുവേറ്റഡ് സൗണ്ട് റിസെപ്റ്റേഴ്സ്. ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗം ഇവിടെയുമല്ല, നമ്മുടെ കോക്ലിയയിലാണ് അല്ലെ. കോക്ലിയയിലാണ് ഗ്രാഹികൾ കാണപ്പെടുന്നത്. അടുത്ത നോക്കുക. ത്രൂ വിച്ച് പാർട്ട് സൗണ്ട് വേവ്സ് റീച്ച് ടു ഇയർ ഡ്രം. ഇയർ ഡ്രമ്മിലേക്ക് സൗണ്ട് വേവ്സ് റീച്ച് ചെയ്യുന്ന ഭാഗം ഏതാണ്? നമ്മുടെ ഈ കനാലാണ് അല്ലെ. യെസ്, ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ കർണനാളത്തിലൂടെയാണ്.
ഇപ്പൊ നിങ്ങൾ ഓൾമോസ്റ്റ് ഫിഗേഴ്സും അതുപോലെ 3 മാർക്ക് 2 മാർക്ക് 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതാ നമ്മൾ 9 ചോദ്യങ്ങൾ പഠിച്ചു, അതിൽ നിന്ന് നമ്മൾ 30 മാർക്കാണ് നേടാൻ പറ്റത്. അപ്പൊ ഇതുപോലെ എല്ലാ ഫിഗേഴ്സും 3 മാർക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എവിടുന്ന വരുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. അടിപൊളിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് വീണ്ടും മാരത്തൺ ലൈവിൽ അടിച്ച് തകർത്ത് എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കാം. സോ ഗുഡ് ലക്ക് മക്കളെ, ബൈ.